ഹായ്. നമ്മൾ കഴിക്കുന്ന ഫുഡ് നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ സ്വാധീനിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും? നമ്മുടെ ഗട്ട്, അതായത് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ശരിയല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡ് ഒരിക്കലും പീസ്ഫുൾ ആയിരിക്കില്ല. നമ്മുടെ ഗട്ടിനെ നമ്മുടെ സെക്കൻഡ് ബ്രെയിൻ എന്നാണ് പറയുന്നത്. നമ്മുടെ ഗട്ടും ഈ ബ്രെയിനും തമ്മിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. ഈ ഹാപ്പി കെമിക്കൽ, ഗുഡ് ഹോർമോൺസ് എന്നൊക്കെ നമ്മൾ പറയുന്ന സെറട്ടോണിൻ, അത് നമ്മുടെ 90% ഓഫ് ദ സെറട്ടോണിനും ഈസ് ലിങ്ക് ടു ദ ഗട്ട്. അപ്പോൾ ഡൈജഷൻ, നമ്മുടെ മൂഡ്, ആങ്സൈറ്റി, നമ്മുടെ ഫോക്കസ്, ഇതിനെ എല്ലാത്തിനെയും അഫക്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഇനി നമ്മുടെ ഗട്ടിനെ എന്തൊക്കെയാണ് ഡാമേജ് ചെയ്യുന്നത്? നമ്മൾ കഴിക്കുന്ന ഹൈലി പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ്, ഒരുപാട് ഷുഗർ അടങ്ങിയ ഫുഡ്, പിന്നെ നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസിലുള്ള കോൺസ്റ്റൻറ്റ് ആൻഡ് ക്രോണിക് ആയിട്ടുള്ള സ്ട്രെസ്സ്, ശരിയായ ഉറക്കം കിട്ടായിക, പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മൾ ഇറഗുലറായിട്ട് മീൽസ് കഴിക്കുന്നത്, ഇതെല്ലാം നമ്മുടെ ഗട്ടിലുള്ള ഗുഡ് ബാക്ടീരിയ ഡിസ്റ്റർബ് ചെയ്യുകയും ചെയ്യും. അതുവഴി നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെയും സാരമായി ബാധിക്കും. അപ്പോൾ നല്ല മെൻ്റൽ ഹെൽത്തിന് വേണ്ടിയിട്ടും നല്ല ഗട്ട് ഹെൽത്തിന് വേണ്ടിയിട്ടും നമുക്ക് എന്തൊക്കെ കഴിക്കാം അത് നോക്കാം. ധാരാളം പ്രോബയോട്ടിക്സ് അടങ്ങിയ തൈര്, മോര്, ഇങ്ങനത്തെ സാധനങ്ങൾ കഴിക്കാം. നമ്മൾ കഴിക്കുന്ന ഇഡ്ഡലി, ദോശ, ഇതിലെല്ലാം ഫെർമെൻറ്റഡ് ഫുഡ്സ്, അതിലും ധാരാളം പ്രോബയോട്ടിക്കുകൾ അടങ്ങിയിട്ടുണ്ട്. ഇനി പ്രീബയോട്ടിക്സ് ആയിട്ടുള്ള ബനാന, അണിയൻ, ഗാർലിക്, ഇതിലെല്ലാം നമ്മുടെ പ്രീബയോട്ടിക്സ് അടങ്ങിയിട്ടുണ്ട്. അതും നമ്മുടെ മെൻ്റൽ ഹെൽത്തിനും ഗുഡ് ഗട്ട് ഹെൽത്തിനും സഹായിക്കും. ഇനി ഫൈബർ അടങ്ങിയ ഫുഡ്, അതായത് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഗ്രീൻസ്, ഹോൾ ഗ്രെയിൻസ്, അതെല്ലാം ഫൈബർ അടങ്ങിയ ഫുഡാണ്. അത് നമ്മുടെ ഗട്ട് ഹെൽത്തിനും ഗട്ട് ബാക്ടീരിയയ്ക്കും വളരെ ആവശ്യമുള്ളതാണ്. പിന്നെ ഗുഡ് ഫാറ്റ്സ്, അതായത് ഗീ, നട്ട്സ്, സീഡ്സ്, ഇതിലെല്ലാം ഗുഡ് ഫാറ്റ്സ് അടങ്ങിയിട്ടുണ്ട്. ഇതും നമ്മുടെ ഗട്ട് ഹെൽത്തിനും മെൻ്റൽ ഹെൽത്തിനും വളരെ ആവശ്യമാണ്. പിന്നീട് പ്രോട്ടീൻ അടങ്ങിയ ഫുഡ്, അതായത് എഗ്ഗ്, പയറുവർഗ്ഗങ്ങൾ, ദാൽ, പനീർ, ഫിഷ്, ഇതെല്ലാം ഗട്ട് ഹെൽത്തിന് നല്ലതാണ്. പിന്നെ അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഹൈഡ്രേഷൻ, അതായത് ധാരാളം വെള്ളം കുടിക്കുക. എസ്പെഷ്യലി എപ്പോഴും വെള്ളം കുടിക്കുന്നതാണ് ഏർലി മോർണിംഗ് നമ്മുടെ ബോഡിക്ക് ധാരാളം വെള്ളം കൊടുക്കുക. ഹൈഡ്രേഷൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സമയത്തിന് ഭക്ഷണം കഴിക്കുന്നത്, അതെങ്ങനെ? നന്നായി ചവച്ചരച്ച് സലൈവായിട്ട് നന്നായി മിക്സ് ചെയ്ത് ഭക്ഷണം കഴിക്കുന്നത്, എഫക്റ്റീവായിട്ട് നമ്മുടെ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യുന്നത്, റെഗുലറായിട്ട് ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്നത്, ഇതെല്ലാം നമ്മുടെ മെൻ്റൽ ഹെൽത്തിനും അതുപോലെ തന്നെ ഗട്ട് ഹെൽത്തിനും വളരെ ഇമ്പോർട്ടൻറ്റ്. If you want a calmer mind, start feeding your gut right. Mental health always begins in the gut. Thank you.